Morning. So, we class discuss ideal gas equation and van der Waals equation derive volume correction. We will discuss pressure correction. We will discuss pressure correction. Pressure correction. Pressure correction. We will correction change already discuss ideal gas equation derive ideal gas equation obey kinetic theory two postulates assumptions real gases obey one postulates volume postulates already correct in correct assumption real gases obey assumption there are no intermolecular force of attraction between the gaseous molecule. This is ideal gas in the case of the assumption is real gas in the case of the intermolecular force of attraction related to correction ideal gas equation. Intermolecular force of attraction is pressure. Intermolecular force of attraction is connected to correction pressure. Pressure correction. Volume correction we already checked. That's why volume correct equation ideal pressure correct volume correct V minus NB equal to NRT. In we pressure correction assumption pressure correct there are no forces of there are no intermolecular forces of attraction between the gaseous molecule. In ideal gas obey this assumption obey real gases obey അതുകൊണ്ടാണ് intermolecular force of attraction term pressure correction വരുത്തേണ്ടി വരുന്നത് മനസ്സിലായോ ideal gas equation pressure term correction ചെയ്യേണ്ടി വരുന്നത് okay അപ്പോൾ നമ്മൾ ആ correction കടക്കുന്നതിന് മുന്നേ എന്താണ് pressure എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കണം നമുക്കറിയാം എന്താണ് pressure എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു gaseous molecule ന്റെ pressure എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ gaseous molecule ന്റെ collision walls collide ചെയ്യുന്നതിന്റെ ഫലമായിട്ടുള്ള force ആണ് നമ്മൾ എന്ത് പറയുന്നത് അതിന്റെ pressure എന്ന് പറയുന്നത് pressure is defined as the force exerted by the gaseous molecule on the walls of the container. എന്തുകൊണ്ടാണ് എങ്ങനെയാണ് അത് ഫോഴ്സ് എക്സർട്ട് ചെയ്യുന്നത് ആ gaseous molecule വാൾസിൽ പോയി കൊളൈഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് എന്ത് നടക്കുന്നത് അവിടെ ഫോഴ്സ് എക്സർട്ട് ചെയ്യുന്നത് അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രഷർ എന്ന് പറയുന്നത് gaseous molecule കേസിൽ പ്രഷർ എന്ന് പറയുന്നത് അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്ത് റിലേറ്റഡ് ആണ് എത്രത്തോളം മോളിക്യൂൾ കൊളൈഡ് ചെയ്യുന്നു അതിന്റെ കണ്ടെയ്നറിന്റെ വാൾസിൽ എത്രത്തോളം മോളിക്യൂൾ കൊളൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്പർ ഓഫ് കൊളീഷൻ ഓഫ് മോളിക്യൂൾസ് on the walls of the container is decided the pressure of the gaseous molecule. Okay. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കി നോക്കൂ നമുക്കറിയാം ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ നമ്മൾ ഒരു ഐഡിയൽ ഗ്യാസ് എടുത്ത് വിചാരിക്കാം നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ഐഡിയൽ ഗ്യാസ് കൺസിഡർ ചെയ്യാം ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ നമുക്കറിയാം in the case of ideal gas there is no intermolecular force of attraction. Ideal gas in the case ഈ മോളിക്യൂളുകൾ തമ്മിലൊന്നും എന്തില്ല ഇന്റർമോളിക്യുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ലല്ലോ അപ്പോൾ എന്നാൽ റിയൽ ഗ്യാസ് കൺസിഡർ ചെയ്യും നമ്മൾ സപ്പോസ് നമ്മൾ റിയൽ ഗ്യാസ് ആണ് എടുത്ത് വിചാരിക്കുക ദിസ് ഈസ് റിയൽ ഗ്യാസ് ആണ് എടുത്ത് വിചാരിക്കുക റിയൽ ഗ്യാസ് ആണ് നമ്മൾ എടുത്ത് വിചാരിക്കുക അപ്പോൾ എന്താണ് there exists an intermolecular force of attraction അവിടെ എന്തുണ്ട് there exists an intermolecular force of attraction. അപ്പോൾ റിയൽ ഗ്യാസിന്റെ കേസിൽ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള മോളിക്യൂളുകൾ ഇട്ടിട്ടുണ്ട് രണ്ട് തരത്തിലുള്ള ഗ്യാസ് മോളിക്യൂൾ ഉണ്ട് ഏതൊക്കെയാണ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ ബൾക്കിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു മോളിക്യൂൾ ഒന്നെന്താണ് ഈ വാൾസിന്റെ അടുത്ത് കിടക്കുന്ന മോളിക്യൂൾ അങ്ങനെ രണ്ട് തരത്തിലുള്ള മോളിക്യൂൾ ഉണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു റിയൽ ഗ്യാസിന്റെ കേസിൽ there exists an intermolecular force of attraction അങ്ങനെയാണെങ്കിൽ നമ്മൾ ബൾക്കിലുള്ള ഒരു ഗ്യാസ് മോളിക്യൂൾ കൺസിഡർ ചെയ്യാം അപ്പോൾ എന്താ ഉണ്ടാവുന്നത് ബൾക്കിലുള്ള ഒരു ഗ്യാസ് മോളിക്യൂൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് ചുറ്റുമുള്ള മോളിക്യൂൾ യൂണിഫോം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക ഈ മോളിക്യൂളൊക്കെ എന്താണ് ചുറ്റുമുള്ള മോളിക്യൂൾ യൂണിഫോം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക അപ്പോൾ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റിയൽ ഗ്യാസിന്റെ കേസിൽ ഒരു ഇന്റർമോളിക്യുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടല്ലോ അപ്പോൾ ഈ സെന്ററിലുള്ള മോളിക്യൂളിനെ ഈക്വൽ ആയിട്ട് ചുറ്റുമുള്ള മോളിക്യൂൾ എന്ത് ചെയ്യും അട്രാക്ട് ചെയ്യും മനസ്സിലായോ അപ്പോൾ
ഒന്ന് ഈ മോളിക്യൂളിനെ ഇങ്ങോട്ടാണ് ഈ സെൻറ്ററിലുള്ള ഈ മോളിക്യൂളിനെ ഇവിടെയുള്ള മോളിക്യൂൾ ഇങ്ങോട്ട് വലിക്കുമ്പം ഈ മോളിക്യൂൾ എന്ത് ചെയ്യും? അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വലിക്കും. അതായത് ഈ മോളിക്യൂൾ മുകളിലേക്ക് വലിക്കുമ്പോൾ ഈ മോളിക്യൂൾ എന്ത് ചെയ്യും? അതിനെ താഴേക്ക് വലിക്കും. അതിന്റെ ഫലമായിട്ട് എന്താണ്? റിസൾട്ടിങ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും? 0 ആയിട്ട് മാറും. സെൻട്രലുള്ള മോളിക്യൂളിന്റെ കേസിൽ എന്താണ്? റിസൾട്ടിങ് ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ബിക്കെയിം 0. കാരണം എന്താണ്? ഒരു മോളിക്യൂള് വലത്തോട്ട് വലിക്കുമ്പോൾ അതിന്റെ അടുത്തുള്ള മോളിക്യൂൾ എന്ത് ചെയ്യും? അതിന്റെ ഇടത്തോട്ട് വലിക്കും. മോളിക്ക് വലിക്കുമ്പോൾ എന്ത് ചെയ്യും? മുകളിലുള്ള മോളിക്യൂൾ മോളിക്ക് വലിക്കുമ്പോൾ താഴെയുള്ള മോളിക്യൂൾ താഴേക്ക് വലിക്കും. അപ്പൊ ഇന്നറിലുള്ള മോളിക്യൂളിന്റെ റിസൾട്ടന്റ് ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായല്ലോ? ഇത് ഉള്ളിലുള്ള മോളിക്യൂളിന്റെ കാര്യം നമ്മൾ പറഞ്ഞത്. എന്നാൽ ഈ വാൾസിന്റെ സൈഡിലുള്ള മോളിക്യൂൾ എടുക്കും. നിങ്ങൾ ഈ വാൾസിന്റെ സൈഡിലുള്ള മോളിക്യൂൾ എടുക്കുക. ഈ മോളിക്യൂളിനെ എത്രത്തോളം കൊളൈഡ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടാണല്ലോ ഇതിന്റെ പ്രഷർ നമ്മൾ പറയാം. കൊളൈഡ് ചെയ്യുന്നതിന്റെ എണ്ണം കൂടുമ്പോൾ നമ്മൾ പറയും പ്രഷർ കൂടി എന്ന് പറയും, അല്ലേ? അപ്പോൾ റിയൽ ഗ്യാസിന്റെ കേസിൽ ഇതിന്റെ ഒരു ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ വാൾസിന്റെ അടുത്തുള്ള മോളിക്യൂൾ മുന്നോട്ട് പോയി ഈ വാൾസിനെ കൊളൈഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ഇവിടെ ഒന്നും മോളിക്യൂൾ ഇല്ല, പക്ഷെ അതിന്റെ ഈ സൈഡിലൊക്കെ എന്താണ്? മോളിക്യൂളുകൾ ഉണ്ട്. ഈ വാൾസിന്റെ അടുത്ത് കിടക്കുന്ന മോളിക്യൂളിന്റെ കാര്യം ഞാൻ പറയുന്നത്. അപ്പം ഇതിന്റെ ഒരു സൈഡിൽ മാത്രമേ മോളിക്യൂൾ ഉള്ളൂ, മറ്റേ സൈഡിൽ മോളിക്യൂൾ ഇല്ല. അപ്പൊ ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ ഈ വാൾസിൽ പോയി കൊളൈഡ് ചെയ്യുമ്പം ഈ ചുറ്റുമുള്ള മോളിക്യൂൾ എന്ത് ചെയ്യും? ഈ പോവാണ്ട് അതിനെ പുറകോട്ട് പിടിച്ചു വലിക്കില്ലേ? അപ്പൊ ഈ മോളിക്യൂള് ഇവിടെ കൊളൈഡ് ചെയ്യുന്നതിന്റെ വെലോസിറ്റി എന്ത് ചെയ്യും? കുറയും. എന്നാൽ ഈ ഒരു ഫിനോമിനൻ നമുക്ക് ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? there is no intermolecular force of attraction. അവിടെ ഈസി ആയിട്ട് കൊളൈഡ് ചെയ്യും. അപ്പൊ ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ നമ്പർ ഓഫ് കൊളീഷൻ ഓൺ ദ വാൾസ് ഓഫ് ദി കണ്ടെയ്നർ ഇൻക്രീസ് ചെയ്യില്ലേ? എന്നാൽ റിയൽ ഗ്യാസ് വരുമ്പം ആ കൊളൈഡ് ചെയ്യുന്നതിന് ആര് വലിക്കും? കൊളൈഡ് ചെയ്യാൻ പോകുന്ന മോളിക്യൂളിനെ പുറകിലുള്ള മോളിക്യൂളുകൾ വലിക്കും. അപ്പൊ അതിന്റെ നമ്പർ ഓഫ് കൊളീഷൻസ് ഓൺ ദ വാൾസ് ഓഫ് ദി കണ്ടെയ്നർ എന്ത് ചെയ്യും? കുറയും. അപ്പൊ നമുക്ക് പറയാം ഐഡിയൽ ഗ്യാസിനെ അപേക്ഷിച്ചിട്ട് റിയൽ ഗ്യാസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ കുറവാണെന്ന് പറയാം. അപ്പൊ ഈ റിയൽ ഗ്യാസിന്റെ പ്രഷർ ഐഡിയൽ പ്രഷർ ആക്കി മാറ്റണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ഫാക്ടർ, ഏതൊരു കറക്ഷൻ ഫാക്ടർ നമ്മൾ അതിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ മാത്രമേ നമ്മുടെ റിയൽ ഗ്യാസിന്റെ പ്രഷർ എന്തിന് ഇക്വലന്റ് ആവുള്ളൂ? ഐഡിയൽ ഗ്യാസ് പ്രഷറിന് ഇക്വലന്റ് ആവുള്ളൂ. അപ്പൊ ഞാൻ സപ്പോസ് ഇപ്പൊ റിയൽ ഗ്യാസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ പി ആണെന്ന് വിചാരിക്കുക. ആ പിയുടെ കൂടെ ഞാൻ എന്ത് ചെയ്തു? വേറൊരു കറക്ഷൻ ഫാക്ടർ കൂടി ആഡ് ചെയ്തു, പി എന്നും കൂടി ആഡ് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ മാത്രമേ അത് എന്താവുള്ളൂ? പി ഐഡിയൽ ആവുള്ളൂ, ഐഡിയൽ പ്രഷർ ആവുള്ളൂ. കാരണം ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ there is no intermolecular force of attraction. അപ്പം അത് ആ മോളിക്യൂൾ വാൾസിൽ ആ ഗ്യാഷ്യസ് സിസ്റ്റം കണ്ടെയ്ൻ ചെയ്യുന്ന വെസലുണ്ടല്ലോ, അത് ഒക്യുപ്പൈ ചെയ്യുന്ന വാൾസിൽ കൊളൈഡ് ചെയ്യുന്നതിന്റെ നമ്പർ കൂടും. ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ. മനസ്സിലായില്ലേ? അപ്പൊ ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് ആ കൊളീഷന്റെ എണ്ണത്തെ വേറുള്ള ഫാക്ടേഴ്സ് ഒന്നും ബാധിക്കുന്നില്ല. എന്നാൽ റിയൽ ഗ്യാസിന്റെ കേസ് വരുമ്പം ചുറ്റുമുള്ള മോളിക്യൂളിന് ഈ റിയൽ ഗ്യാസിന് എന്ത് ചെയ്യും? പോവാതെ ആ വാൾസിന്റെ അടുത്തുള്ള മോളിക്യൂളിനെ പുറകോട്ട് പിടിച്ചു വലിക്കും. അപ്പൊ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കൊളീഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് ഐഡിയൽ ഗ്യാസിനെ അപേക്ഷിച്ചിട്ട് നമ്മുടെ റിയൽ ഗ്യാസിന്റെ പ്രഷർ കുറവായിരിക്കും. ഐഡിയൽ പ്രഷറിലേക്ക് എത്തിക്കേണ്ട വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കറക്ഷൻ ഫാക്ടർ ആഡ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ എന്ത് കറക്ഷൻ ഫാക്ടർ നമ്മൾ ആഡ് ചെയ്യുക? അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്ത് കറക്ഷൻ, ഈ പി എന്നുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഈ പി എന്നുള്ള ടേമാണ് എന്ത്? കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി എന്താണ്? റിയൽ ഗ്യാസിന്റെ കേസിൽ ഈ വാൾസിൽ ഈ മോളിക്യൂൾ കൊളൈഡ് ചെയ്യാൻ പോകുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ്, അല്ലെ? പി കറക്ഷൻ ഫാക്ടറാണ്. അതായത് ഈ മോളിക്യൂൾ വാൾസിൽ കൊളൈഡ് ചെയ്യുമ്പോഴല്ലേ, കൊളൈഡ് ചെയ്യുന്നതിനനുസരിച്ചല്ലേ അതിന്റെ പ്രഷർ കൂടും കുറയും ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഈ കൊളീഷനെ ബാധിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് ഇതിന്റെ ഈ കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഈ മോളിക്യൂളിലെ കൊളീഷനെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് സ്വാധീനിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഈ പ്രഷർ കറക്ഷൻ ടേം ആയിട്ട് പറയുന്നത്, പ്രഷർ കറക്ഷൻ ടേം ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ നോക്കി നോക്കൂ, ഈ വാൾസിലുള്ള മോളിക്യൂളിലെ ഇതിന്റെ കൊളീഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് ഈ സറൗണ്ടിങ് മോളിക്യൂളുകൾ,
ഈ മോളിക്യൂളാണ് നമ്മൾ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള മോളിക്യൂളിൻ്റെ എണ്ണം. ആ മോളിക്യൂളിൻ്റെ എത്രത്തോളം ഉണ്ട് എന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ആ മോളിക്യൂളിൻ്റെ വോൾസിൽ പോയി കൊളൈഡ് ചെയ്യാനുള്ളതിൻ്റെ ടെൻഡൻസി കുറയും. കാരണം ആ മോളിക്യൂളൊക്കെ അതിനെ പിടിച്ച് വലിക്കും. ഒരു ഫാക്ടർ അതാണ്. അപ്പോൾ നമുക്ക് പറയാം എത്രത്തോളം മോളിക്യൂള് ഈ വാളിൻ്റെ അടുത്തുള്ള മോളിക്യൂളിന് ചുറ്റുമുണ്ടോ അതിനനുസരിച്ച് കൊളീഷൻ്റെ നിരക്കിൽ വ്യത്യാസം വരും. അതുകൊണ്ട് നമുക്ക് പറയാം എത്രത്തോളം മോളിക്യൂൾ ഉണ്ടെന്നുള്ളത് നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്, ഡെൻസിറ്റി യൂസ് ചെയ്തിട്ടല്ലേ. ഈ മോളിക്യൂൾസിൽ എത്രത്തോളം മോളിക്യൂൾ ഉണ്ടെന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്ന ടൈം ഏതാണ്, ഡെൻസിറ്റിയാണ്. ഒരു ഫാക്ടർ എന്താണ്, ഒരു കറക്ഷൻ ഫാക്ടർ. അപ്പോൾ കറക്ഷൻ്റെ ഒരു ഫാക്ടർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. കറക്ഷൻ്റെ ഒരു ഫാക്ടർ, കറക്ഷൻ ഫാക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി റോ എന്ന് പറഞ്ഞാൽ എന്താണ്, വിച്ച് ഈസ് ഈക്വൽ ടു n/v അല്ലേ, n/v അല്ലേ, നമ്പർ ഓഫ് മോൾസ് പെർ വോളിയാണ് എന്ന് പറയുന്നത് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഈ ചുറ്റുമുള്ള മോളിക്യൂൾ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഈ മോളിക്യൂളിൻ്റെ കൊളീഷനിൽ വ്യത്യാസം വരും. അപ്പോൾ ഒരു ഫാക്ടറാണ് ഡെൻസിറ്റി തന്നെയാണ്. ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഈ വാൾസിൻ്റെ അവിടെയൊക്കെ എത്ര മോളിക്യൂൾ ഉണ്ടോ അതിനനുസരിച്ചും കൊളീഷൻ്റെ റേറ്റിൽ വ്യത്യാസം വരില്ലേ. എത്രത്തോളം മോളിക്യൂൾ ഇവിടെ ഉണ്ടോ, കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവ് മോളിക്യൂളിൽ പോയി ഹിറ്റ് ചെയ്യുള്ളൂ, കൂടുതലുണ്ട് വെച്ചാൽ എന്ത് ചെയ്യും, കൂടുതൽ മോളിക്യൂൾ പോയി ഹിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പോൾ രണ്ടാമത്തെ കറക്ഷൻ ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, രണ്ടാമത് കറക്ഷൻ ഫാക്ടറിൻ്റെ രണ്ടാമത്തെ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് എന്താണ്, ഡെൻസിറ്റി തന്നെയാണ്. ഈസ് പ്രൊപ്പോർഷണൽ ടു ഓർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡെൻസിറ്റി ദാറ്റ് ഈസ് n/v. ഓക്കെ, അതും ഡെൻസിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമുക്ക് പറയാം നമ്പർ ഓഫ് മോൾസ് പെർ വോളിയം, അതാണ് എന്താ പറയുന്നത് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കറക്ഷൻ ഫാക്ടർ ഇൻ ടോട്ടൽ നമുക്ക് സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാം, നമ്മുടെ കറക്ഷൻ ഫാക്ടർ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, പ്രഷർ കറക്ഷൻ ഫാക്ടർ ഇൻ ടോട്ടൽ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് എഴുതാം, ഈസ് പ്രൊപ്പോർഷണൽ ടു n² v² എന്ന് എഴുതാം. നമുക്ക് n² v² എന്ന് എഴുതാം. ഇനി നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മളൊരു കോൺസ്റ്റന്റ് വെച്ച് റീപ്ലേസ് ചെയ്യാം. അത് നമ്മൾ a എന്നാണ് വാൻ ഡെർ വാൾസ് കൊടുത്ത നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടൈം ഏതാണ്, a എന്നാണ്, a × n² v². ഇതാണ് എന്ത്, പ്രഷർ കറക്ഷൻ ടേം. ഇതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇന്ന് നമ്മൾ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഓഫ് റിയൽ ഗ്യാസസ് ഡിറൈവ് ചെയ്യുമ്പോൾ പ്രഷറിൽ വരുത്തിയിട്ടുള്ള കറക്ഷൻ, ഈ പ്രഷർ കറക്ഷൻ ഇതുമായി ബന്ധപ്പെട്ടതാണ്. പ്രഷർ കറക്ഷൻ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കറക്ഷൻ ഫാക്ടറാണ്. മനസ്സിലായോ? അപ്പോൾ ഇതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫാക്ടർ നമ്മൾ റിയൽ ഗ്യാസസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷറിനോടുകൂടി നമ്മൾ എന്ത് ആഡ് ചെയ്യണം, ഈ a × n² v² എന്നുള്ള ടേം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ റിയൽ ഗ്യാസ് എക്സ്പീരിയൻസ് എന്ന പ്രഷർ എന്തിന് ഈക്വലൻ്റ് ആവുള്ളൂ, ഐഡിയൽ ഗ്യാസ് പ്രഷറിന് ഈക്വലൻ്റ് ആവുള്ളൂ. മനസ്സിലായോ? ഇതാണ് പ്രഷർ കറക്ഷൻ ടേം. ഇനി നമ്മൾ വോളിയം കറക്ഷൻ നമ്മൾ ആൾറെഡി കണ്ടു കഴിഞ്ഞതാണ്, വോളിയം കറക്ഷൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതും കൂടി എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, v - nv = nRT എഴുതാം. അപ്പോൾ ഇതാണ് ടോട്ടൽ നമ്മൾ അവസാനം നമ്മൾ എഴുതുന്ന വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ പ്രഷർ കറക്ഷനും വോളിയം കറക്ഷനും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ഇത് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. ആ ഇക്വേഷൻ നമുക്ക് റിയൽ ഗ്യാസസിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഓഫ് റിയൽ ഗ്യാസസ് എന്ന് പറയുന്നത്, T + a / n² v² × v - nv = nRT. ഇതാണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഓഫ് റിയൽ ഗ്യാസസ്. മനസ്സിലായോ? ഇനി നമുക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, എയും ബിയും ആണ് വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ്സ് ആർ a and b. വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് ആർ a and b. ചില നമുക്ക് ഈ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ പഠിക്കുമ്പോൾ ഇവയുടെ സിഗ്നിഫിക്കൻസ് എന്താ അറിഞ്ഞിരിക്കണം. വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് എയുടെയും ബിയുടെയും സിഗ്നിഫിക്കൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഇന്റർമോളിക്കുലർ കറക്ഷൻ ടേം. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ട കറക്ഷൻ ടേമാണ് ഇത് എ എന്ന് പറയുന്നത്.
അപ്പോൾ എയുടെ വാല്യൂ കൂടുന്തോറും എന്താണ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും എന്നാണ് പറയുന്നത്. എയുടെ വാല്യൂ കൂടുമ്പം ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുമ്പം ആ ഗ്യാസിനെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ലിക്വിഫൈ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ആസ് ദ വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് എ or the value of A increases, the gas is easily liquefied. മനസ്സിലായില്ലേ? കാരണം ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. ബി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വോളിയം കറക്ഷൻ. വോളിയം കറക്ഷൻ പറഞ്ഞാൽ എന്താണ്, ബിയുടെ നമ്മൾ ഡിഫൈൻ ചെയ്തപ്പോൾ എന്താ പറഞ്ഞത്, ബി ഈസ് ഈക്വൽ ടു 4 times the volume of 1 mole of gaseous molecule. ഇപ്പോൾ വോളിയം ഓഫ് 1 mole of gaseous molecule എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ആ ഓരോ മോളിക്യൂളിൻ്റെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യില്ലേ, ഡിപ്പെൻഡ് ചെയ്യില്ലേ. പിന്നെ 4/3 πr³ ആണല്ലോ വോളിയം എന്ന് പറയുന്നത് മോളിക്യൂളിൻ്റെ, ഒരു മോളിക്യൂളിൻ്റെ. അപ്പം 6 ബി കൂടുന്നതനുസരിച്ച് എന്ത് കൂടും, 6 കൂടും. 6 കൂടുക എന്താണ്, മോളിക്യൂളിൻ്റെ സൈസ് കൂടുക എന്നാണ്. അപ്പോൾ ബിയുടെ സിഗ്നിഫിക്കൻസ് എന്താണ്, വാല്യൂ ഓഫ് ബി ഇൻക്രീസസ് ദ സൈസ് ഓഫ് മോളിക്യൂൾ ഗെറ്റ് ഇൻക്രീസ്ഡ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് വാൻ ഡെർ വാൾസ് ഇക്വേഷനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഒരു ചെറിയ കാര്യം കൂടിയുണ്ട്, ഇതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചിലപ്പോൾ ചില എക്സാമിന് ചോദിക്കാറുണ്ട്. വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള എയുടെയും ബിയുടെയും യൂണിറ്റുകൾ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി നോക്കൂ, എ എന്ന് പറയുന്നത് എന്താണ്, എ എന്ന് പറയുന്നത് പ്രഷർ കറക്ഷൻ ടേമിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എ എന്ന് പറയുന്നത് എന്താണ്, പ്രഷർ കറക്ഷൻ ടേമിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, യഥാർത്ഥത്തിൽ കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് AN² ഡിവൈഡ് ബൈ B² ആണ്. ഇത് മൊത്തം ചേർന്നതാണ് ഇത് കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഇതിൽ എ എന്ന് പറയുന്നത് എന്താണ്, വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് ആണ്. ഈ വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് യൂണിറ്റ് എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ടോട്ടൽ എന്താണ്, പ്രഷർ കറക്ഷൻ ഫാക്ടർ അല്ലേ. അപ്പോൾ ഈ ടോട്ടൽ ഈ ഒരു ഫാക്ടറിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പ്രഷറിന്റെ യൂണിറ്റ് എന്താണോ അത് തന്നെ ആയിരിക്കും. പ്രഷറിന്റെ യൂണിറ്റ് എന്താണ്, പ്രഷർ നമുക്ക് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. പ്രഷർ എന്താണ്, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഗ്യാസ് സബ്സ്റ്റൻസ് ആണെങ്കിൽ ആ സബ്സ്റ്റൻസ് വാൾസിൽ പോയി കൊളൈഡ് ചെയ്യും, അതിൻ്റെ ഫലമായി അവിടെ ഒരു ഫോഴ്സ് എക്സെർട്ട് ചെയ്യും. ആ ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നത് പെർ യൂണിറ്റ് ഏരിയയിൽ എത്ര ഫോഴ്സ് ആണ് എക്സെർട്ട് ചെയ്തത്, അതിനാണ് ഗ്യാസസ് മോളിക്യൂൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ പ്രഷറിന്റെ യൂണിറ്റ് എന്താണ്, SI യൂണിറ്റിൽ, SI സിസ്റ്റത്തിൽ ന്യൂട്ടൺ മീറ്റർ റേസ്ഡ് -2. കാരണം എന്താണ്, പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് പെർ ഏരിയ. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ, ഏരിയയുടെ യൂണിറ്റ് എന്താണ്, മീറ്റർ². അപ്പം നമുക്കറിയാം ഇത് പ്രഷർ കറക്ഷൻ ടേം ആവുകൊണ്ട് ഇതിന്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ മീറ്റർ റേസ്ഡ് -2 ആണ്. ഇത് നമുക്ക് കാണേണ്ട എന്തിന്റെ യൂണിറ്റ് ആണ്, എയുടെ യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം എന്നിന്റെ യൂണിറ്റ് എന്താണ്, മോൾ അല്ലേ, നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ എന്നിന് വരുന്നത് എന്നിന്റെ യൂണിറ്റ് ആയ മോൾ സ്ക്വയർ എടുക്കും, n² അല്ലേ. അപ്പോൾ മോൾ റേസ്ഡ് 2 എടുക്കുക, അല്ലെങ്കിൽ മോൾ സ്ക്വയർ എടുക്കുക, ഡിവൈഡ് ബൈ വോളിയത്തിന്റെ യൂണിറ്റ് എന്താണ്, വോളിയത്തിന്റെ യൂണിറ്റ് SI യൂണിറ്റിൽ മീറ്റർ³ ആണ് നമ്മൾ എടുക്കാറ്. അപ്പം വോളിയത്തിന്റെ മീറ്റർ³ ആണ്, പക്ഷേ എന്താണ് ഇവിടെ സ്ക്വയർ ഉണ്ട്, അപ്പോൾ റേസ്ഡ് 2 എന്ന് കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പോൾ n² യൂണിറ്റ് എന്തായി, മോൾ റേസ്ഡ് സ്ക്വയറിനായി. വോളിയത്തിന്റെ എന്തായി, മീറ്റർ³ റേസ്ഡ് ദ ഹോൾ പവർ 2 എന്നായി. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എയുടെ യൂണിറ്റ് എങ്ങനെ എഴുതാം, എ ഇവിടെ നിർത്തി ബാക്കിയുള്ള യൂണിറ്റ് ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ എയുടെ യൂണിറ്റ് എന്താവും, എയുടെ യൂണിറ്റ് എന്താവും, ഒന്നുകൂടി ഞാൻ എഴുതാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. എയുടെ യൂണിറ്റ് ആണ് നമുക്ക് കണ്ടത്. n² എന്നുള്ളടത്ത് നമ്മൾ എന്ത് ചെയ്യണം, n² p² എന്നാണല്ലോ. അപ്പോൾ n² യൂണിറ്റ് എന്താണ്, നമ്പർ ഓഫ് മോൾസ് ആണ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ മോൾ സ്ക്വയർ. വോളിയത്തിന്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ³ റേസ്ഡ് 2, അല്ലെങ്കിൽ മീറ്റർ³ ദ ഹോൾ പവർ 2 അങ്ങനെ വരും. അപ്പോൾ എയുടെ യൂണിറ്റ് എന്തായിട്ട് നമുക്ക് എഴുതാം, ദ യൂണിറ്റ് ഓഫ് എ ഈക്വൽ ടു ന്യൂട്ടൺ മീറ്റർ റേസ്ഡ് -2. ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും, മീറ്റർ റേസ്ഡ് 6 ആവും. ഇത് താഴേക്ക് വരുമ്പോൾ എന്താവും, മോൾ റേസ്ഡ് -2 എന്ന് വരും. ഇതാണ് എന്ത്, എയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്, വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് എയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ NM റേസ്ഡ് -2, ഇവിടെ മീറ്റർ റേസ്ഡ് -2 ഉണ്ട്, മീറ്റർ റേസ്ഡ് 6 ഉണ്ട്. അപ്പോൾ എന്ത് വരും, നമുക്ക് മീറ്റർ റേസ്ഡ് 4 എന്ന് എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്, വിച്ച് ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ മീറ്റർ റേസ്ഡ് 4 ഇൻറ്റു മോൾ റേസ്ഡ് -2 എന്ന് എഴുതാം. അതല്ലെങ്കിൽ ഈ NM റേസ്ഡ് -2 പറഞ്ഞാൽ പാസ്കലാണ്. അപ്പോൾ ഈ NM റേസ്ഡ് -2 മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, പാസ്കൽ എന്ന് എഴുതാം. പാസ്കൽ മീറ്റർ റേസ്ഡ് 6 മോൾ റേസ്ഡ് -2 കിട്ടും. അപ്പോൾ ഇതാണ് SI യൂണിറ്റിൽ
എയുടെ വാല്യൂസ്, വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് എയുടെ വാല്യൂസ്, എയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. യൂണിറ്റ് ഓഫ് എ ഇൻ SI സിസ്റ്റം ഏതാണ്? പാസ്കൽ മീറ്റർ റേസ് ടു 6 മോൾ റേസ് ടു -2. അതല്ലേ എന്താണ്? ന്യൂട്ടൺ മീറ്റർ റേസ് ടു 4 മോൾ റേസ് ടു -2. അതാണ് വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് എയുടെ യൂണിറ്റ് ഇൻ SI സിസ്റ്റത്തിൽ. ഇനി ബിയുടെ യൂണിറ്റ് കൂടി നോക്കി നോക്കൂ. ബിയുടെ യൂണിറ്റ് എന്താണ്? ബി എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം കറക്ഷൻ ആണ്. ബി മൈനസ് എൻ ബി എന്നല്ലേ. അപ്പം ഇതെന്താണ്? വോളിയം കറക്ഷൻ ആണ്. അപ്പൊ എൻ ബിയുടെ യൂണിറ്റ് എന്താവും? വോളിയത്തിന്റെ യൂണിറ്റ് ആവും. അപ്പൊ എൻ ബിയുടെ ടോട്ടൽ യൂണിറ്റ് എന്താണ്? എൻ ബിയുടെ ടോട്ടൽ യൂണിറ്റ് വോളിയത്തിന്റെ യൂണിറ്റ് ആണ്. വോളിയത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ് ആണ് SI സിസ്റ്റത്തിൽ. അപ്പൊ എൻ എന്ന് പറയുന്നത് എന്താണ്? മോൾ ആണ്. അപ്പൊ ബിയുടെ യൂണിറ്റ് എന്താ വരിക? ബി ഈസ് ഈക്വൽ ടു മീറ്റർ ക്യൂബ് ഇൻറ്റു ഇത് നേരെ അടിക്കാൻ വരും. അപ്പം മോൾ റേസ്റ്റ് -1 വരും. ഇതാണ് എന്ത്? വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് ബിയുടെ യൂണിറ്റ് ഇൻ SI സിസ്റ്റം. മീറ്റർ റേസ്റ്റ് 3 മോൾ ഇൻവേഴ്സ് 1. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വാൻ ഡെർ വാൾസ് ഇക്വേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇനി വേറൊരു കാര്യം കൂടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ പെർഫെക്റ്റ് അല്ല, കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് അല്ല. കാരണം വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള എയുടെയും ബിയുടെയും വാല്യൂ ടൈപ്പ് ഓഫ് ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് അനുസരിച്ചിട്ട്, അതായത് ഡിഫറെൻറ്റ് ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എയുടെയും ബിയുടെയും വാല്യൂ വ്യത്യാസം വരാം. മാത്രമല്ല ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ചിട്ടും വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള എയുടെയും ബിയുടെയും വാല്യൂ വ്യത്യാസം വരാം. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷനിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഇക്വേഷൻ നമുക്കൊരു കോമൺ ഇക്വേഷൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിച്ചാൽ നമുക്ക് ഏതൊരു കണ്ടീഷനിലും ഈ ഇക്വേഷൻ റിയൽ ഗ്യാസസ് ഒബേ ചെയ്യണം. അങ്ങനെ റിയൽ ഗ്യാസസ് ഒബേ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാം Van der Waals constant A and B changes depends upon the type of gaseous substance and the temperature. Hence, we can't say it's a perfect equation for real gases, but it is better than ideal gas equation for real gases. Ideal gas equation compare ചെയ്യുമ്പോൾ real gasന് ഒന്നും കൂടി സ്യൂട്ട് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇത് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഓഫ് റിയൽ ഗ്യാസസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രയും നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. Okay.